ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് വന്നു. അതായത് പരശക്തി എന്ന് പറഞ്ഞൊരു തമിഴ് പടം. അതിൽ ശിവകാർത്തികേയൻ, ജയൻ രവി ഇവരൊക്കെയാണ് നായകന്മാർ. അപ്പോൾ ഞാൻ ആ ഇതിൽ എഴുതി കാട്ടുമ്പോൾ തന്നെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുതി കാട്ടുന്നതിൽ തന്നെ അതിൽ ജയൻ രവിയുടെ പേര് എൻ്റെയൊക്കെ ഓർമ്മയിൽ അങ്ങനെ ജയൻ രവി എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്തോ ടി വി മറ്റേ സ്ക്രീനിൽ മറ്റേ ആദ്യം തന്നെ താങ്ക്സ് എന്ന് പറഞ്ഞ് എഴുതി കാട്ടുന്നതിൻ്റെ അതിൽ രവികുമാർ അങ്ങനെ കണ്ടായിരുന്നു കണ്ടേ. അതെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളൊക്കെ മനസ്സിൽ ജയം രവി എന്നാണ് ഒരു പണ്ട് തുടങ്ങിയുള്ളൊരിത്. ഇനിയിപ്പോൾ പേര് മാറ്റിയതാണോ എന്ന് അറിഞ്ഞൂടാ. ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് ഭാഷ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ കണ്ടാണ്. കാരണം എനിക്ക് തമിഴ് പടം ഞാൻ ഒന്നാമതിൽ പറഞ്ഞില്ല, എനിക്ക് അന്യഭാഷ പടങ്ങളുടെ അത്ര ഡയലോഗ്സൊന്നും എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. പിന്നെ പടം എന്താണെന്നുള്ളൊരു ചെറിയൊരു ഇത് കിട്ടും. ആ പടം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ്. ഇത് ഈ തമിഴ്നാട്ടിലെ ഭാഷ, അതായത് ഞാൻ പറയാം ഇപ്പം എങ്ങനെ ഇപ്പോൾ പറയാത്, ഹിന്ദി ഭാഷ ഇന്ത്യയിൽ മൊത്തം ആക്കണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എന്തൊരു സംഭവമാണ്. അത് പടം കാണുന്നവർക്ക് മനസ്സിലാവും. എന്തായാലും കാണാനുള്ളൊരു പടമുണ്ട്. പിന്നെ അപ്പോൾ കാണാനുള്ളൊരു പടമുണ്ട്. അതായത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ മറ്റേ ശിവകാർത്തികേയൻ്റെ ഒക്കെ ഒരു സ്റ്റണ്ടും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എന്താ പറയണേ, ഒരു പുള്ളി എല്ലാം നിർത്തിയ പോലെ, അതായത് പുള്ളിക്കൊന്നും ഒരു അറിവില്ലാത്ത പോലെയാണ് സംഭവം പിന്നെ കാട്ടുന്നത്. അത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അത് എന്തുകൊണ്ടാണെന്നും എന്തിനാണെന്നൊക്കെ ഉള്ളത് അത് നിങ്ങൾ കാണും. ഞാൻ എന്തായാലും അത് പറയാം, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയല്ല. എന്തായാലും ഒരു പെർഫോമൻസ് തന്നെ കേട്ടോ കിട്ടില്ല തന്നെ. അത് ജയൻ രവിയും, അത് എൻ്റെ വയലിൽ ജയൻ രവി എന്നേ വരുള്ളൂ. അത് നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലോ. അപ്പോൾ ജയൻ രവിയും അതേപോലെ തന്നെ ശിവകാർത്തികേയനൊക്കെ സെറ്റപ്പായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഞാൻ പറയാം, അല്ലെങ്കിൽ സെറ്റപ്പായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട്. പിന്നെ ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ട്രെയിനിൽ വെച്ചൊരു ഫൈറ്റ്. എൻ്റെ പൊന്നോ എന്തൊക്കെ അതാണ് നിങ്ങൾക്ക് പടം കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഈ തമിഴ് ഭാഷ സംരക്ഷിക്കാൻ വേണ്ടി കുറേ ഭാഷകൾ, അതായത് മറാഠി, തെലുങ്ക്, കന്നഡ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞാലാണ് രസമായത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിൽ ജോസഫ് മലയാളത്തിന്, അതായത് മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഇവർക്ക് സപ്പോർട്ടായിട്ട് പോണ ഒരു രീതിയിലാണ് ബേസിൽ ജോസഫ് ഇതിൽ വന്നിരിക്കുന്നത്. അത് രസമാണ്. ഫസ്റ്റ് തന്നെ ആ താങ്ക്സ് എന്ന് പറഞ്ഞ് എഴുതി കാട്ടണതിൽ ബേസിൽ ജോസഫിൻ്റെ പേരുള്ളപ്പോൾ ഞാൻ വിചാരിച്ചത് പുള്ളി ഇപ്പോൾ മലയാളത്തിൽ നല്ലൊരു സംവിധായകനും അങ്ങനെയൊക്കെ ആയിട്ട് വരാമല്ല. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പുള്ളിയുടെ പേര് അതിൽ വന്നതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുള്ളി ആ പടത്തിൽ ഉണ്ടാവുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. അതായത് സ്റ്റേഷനിൽ നിന്നൊക്കെ പുള്ളിയുടെ ഒരു ഡയലോഗ്, പുള്ളിയുടെ കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണത്, നല്ല രസമാണ്. ബേസിൽ ജോസഫൊക്കെ സംസാരിക്കുന്നത് മലയാളത്തിലാണ് പടത്തിൽ പറയുന്നത്, തമിഴിലൊന്നല്ല. അതുകൊണ്ട് തന്നെ മലയാളം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഈ ട്രെയിനിലെ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ കുറേ പേര് മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലായി. സത്യം പറഞ്ഞാൽ മലയാളത്തിൽ സംസാരിക്കുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല, എന്തുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കണമെന്നുള്ളത്. പിന്നെ അത് പടം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം. അതായത് ഭാഷയെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റു ഭാഷകളൊക്കെ കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു രീതി, ആ ഒരു സംഭവമാണ് ഈ പടത്തിൽ മെയിനായിട്ട് വന്നത്. പിന്നെ പടത്തിൽ നല്ല നല്ല പാട്ടുകളുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആകുമ്പോൾ എങ്ങനെ പറയുക, കുറച്ച് ഈ ക്ലൈമാക്സൊക്കെ രസമായിട്ടോ. അതായത് ജയൻ രവി മരിക്കുന്നതും പിന്നെ ഒരു ഇതൊക്കെ ഉണ്ട്, കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതൊക്കെ ആ ഒരു ഇതിൽ എടുക്കണേ. അതായത് വെറുതെ കൊന്ന് തള്ളണമെന്ന് പറയില്ലേ, അങ്ങനത്തൊക്കെ നിങ്ങൾ കണ്ടോക്ക്. എന്തായാലും പടം കാണാനുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ റിവ്യൂ കണ്ടിട്ട് ഈ റിവ്യൂവിൽ ഞാൻ കഥ പറഞ്ഞുവെന്നോ ഇത് പറഞ്ഞുവെന്നോ അതൊന്നും ഞാൻ നോക്കണമെന്നില്ല. പിന്നെ ഞാൻ ഒന്ന് പറയട്ടെ, ഇതിൽ ഈ പടത്തിൽ പരശക്തിയിൽ ഇടയ്ക്കല്ല, ഒരു തവണ ഞാൻ ജനനായകൻ എന്ന് പറഞ്ഞ പേര് ഞാൻ കേട്ടു. ഞാൻ അതാണ് ഇപ്പോൾ ജനനായകൻ്റെ റിലീസ് ഇന്നലെ ആയിരുന്നല്ലോ, അത് മാറ്റി ഇന്നിപ്പോൾ പരശക്തി
ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ രണ്ട് പടങ്ങളൂടെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ പടത്തിന് ഒരുമാതിരി ആൾക്കാർ കയറും. കാരണം അതപ്പോൾ ജനനായകൻ്റെ കളക്ഷനെ ബാധിക്കേണ്ട സംഭവം തന്നെ ആയിരിക്കുള്ളൂ, സംഭവം തന്നെയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ജനനായകൻ്റെ റിലീസൊക്കെ മാറ്റിയത്. ഒന്നും അറിയാൻ പാടില്ല. പിന്നെ ഈ പടത്തിൽ ഒരു തവണ ജനനായകൻ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജനനായകൻ ഇതും വന്നാൽ ശരിക്കും ഒരു ക്ലാഷ് പോലെ ആവും, ഉറപ്പായിരുന്നു അതാകുമ്പോൾ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ജനനായകൻ റിലീസ് മാറ്റിയത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഇതായിരിക്കുള്ളൂ, കാരണം രണ്ട് പടങ്ങളോടും കൂടി ക്ലാഷ് വരാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കുള്ളൂ മാറ്റിയത്. എന്തായാലും ഇനിയിപ്പോൾ ജനനായകൻ റിലീസാവട്ടെ. എന്തായാലും ഈ കൊല്ലം ആദ്യം ഞാൻ ജനനായകൻ തന്നെ കാണുമെന്ന് വിചാരിച്ചത്. പിന്നെ കാണാണ്ട് ഇന്നലെ വേറെ പടം കണ്ടു, പെണ്ണേഴ്സ് കണ്ടു, അപ്പോൾ തമിഴ് കണ്ടു. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ കുഴപ്പമില്ല, മലയാളം കണ്ടില്ലേ. ശരി.